നമ്മളുടെ അവതാറിനെ കുറിച്ച് ഈ 4 കാര്യങ്ങൾ അറിയണം. ഹൂ ആർ ദേ? ആരാണ് അവർ? ആരാണ് അവർ? ഹൂ ആർ ദേ? ഹൂ ആർ ദേ? അവർ ഏജ് ലിമിറ്റ് എന്താണ്? ഏജ് ബ്രാക്കറ്റ് എന്താണ്? നിങ്ങളുടെ കസ്റ്റമറിൻ്റെ ഏജ് ബ്രാക്കറ്റ് ഏതാണ്? നിങ്ങളുടെ കസ്റ്റമറുടെ ജെൻഡർ ആണാണോ പെണ്ണാണോ? എന്തുകൊണ്ട് കിങ്സ് ക്ലബ് എന്ന പേരിട്ടു? 100 കിങ്സ് ക്ലബ്ബുകാർ വരുമ്പോൾ അതിൽ 1-2 പേര് മാത്രമേ ലേഡീസ് കാണൂ, ബാക്കി 98 പേരും ജെൻസ് ആയിരിക്കും. അതുകൊണ്ട് മെജോറിറ്റി നോക്കിയിട്ട് ഇതിൻ്റെ പേരെന്തിട്ടു? കിങ്സ് ക്ലബ്. കാരണം എന്താ? നമ്മുടെ അവതാർ ജെൻസ് ആണ് കൂടുതൽ. മലയാളി സംരംഭകൻ ലോകത്തെവിടെയും ആയിക്കോട്ടെ, അവർ നമ്മളുടെ അവതാർ. ഏജ് ഗ്രൂപ്പ് 27 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് ബ്രാക്കറ്റിൽപ്പെട്ടവരാണ് നമ്മുടെ കിങ്സ് ക്ലബ്. 1-2 കേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം, പക്ഷേ മേജർ കസ്റ്റമർ നിൽക്കുന്ന ഏജ് ബ്രാക്കറ്റ് ഏത് എന്ന് എനിക്കറിയാം. അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എനിക്കറിയാം. അവർക്ക് എത്ര ടേൺ ഓവർ വരെ ഉള്ളവരാണ് എന്നെനിക്കറിയാം. എത്ര സ്റ്റാഫ് വരെയുള്ളവരാണ് എന്നെനിക്കറിയാം. നിങ്ങൾ വായിക്കുന്ന മാഗസിൻ ഏതൊക്കെ എന്നെനിക്കറിയാം. നിങ്ങൾ കാണുന്ന ചാനലുകൾ ഏതൊക്കെ എനിക്കറിയാം. നിങ്ങൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെ അതെനിക്കറിയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകൾ ഏതൊക്കെ അതെനിക്കറിയാം. അതിലാണ് എൻ്റെ വീഡിയോസും എൻ്റെ പരസ്യങ്ങളും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ കസ്റ്റമറെ കുറിച്ച്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് എന്ന് പറയുന്നത് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പീപ്പിൾ ഹൂ ഹി സെർവ്. നമ്മുടെ കസ്റ്റമറെ കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്, അതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ മിടുക്ക്. അതറിയണം. അതറിയാമെങ്കിൽ മാത്രമേ അവൻ്റെ പെയിൻ കണ്ടെത്താൻ പറ്റൂ. സോ ഹൂ ആർ ദേ കൃത്യമായി അനലൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ടീമിൻ്റെ മുന്നിൽ ഒരു അവതാറിനെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഫീച്ചേഴ്സ് ഇന്നതാണ്, ഏജ് ഇന്നതാണ്, ലൊക്കേഷൻ ഇന്നതായിരിക്കണം. സോ ഹൂ ആർ ദേ? നിങ്ങൾക്കറിയുമോ അവരാരാണ് എന്ന്? നിങ്ങളുടെ കസ്റ്റമർ. 2, വാട്ട് ഈസ് ദെയർ ഹെൽ? വാട്ട്സ് ദെയർ ഹെൽ? അവൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ വെറുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവൻ്റെ പേടി സ്വപ്നം എന്തൊക്കെയാണ്? അവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ തിങ് ദേ റിയലി വാണ്ട് ടു അവോയ്ഡ്? ഒരു രീതിയിലും അവർക്ക് പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? വാട്ട്സ് ദെയർ ഹെൽ? നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും വാങ്ങിക്കുന്നവരെ കുറിച്ച് നമുക്കറിയത്തില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ നരകം? സാറേ ഒരു ഫ്രീഡം ഇല്ല സാറേ, എന്നും ഇങ്ങനെ ബിസിനസ്, തിരക്ക്, കാര്യങ്ങൾ. ഓക്കെ, ആയിക്കോട്ടെ. വാട്ട്സ് ദെയർ ഹെവൻ? എന്താ നിങ്ങൾക്ക് വേണ്ടേ? വാട്ട്സ് ദെയർ ഹെവൻ? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ നമുക്ക് എല്ലാ 90 ദിവസം ഒരിക്കലേ ഒന്ന് കറങ്ങാൻ പോകണം. ആയിക്കോട്ടെ, കിങ് മേക്കേഴ്സിൻ്റെ പരിപാടി. എന്താ സംഭവം? ആ നരകത്തിൽ നിന്ന് ഈ സ്വർഗത്തിലേക്ക്, അവരുടെ സ്വർഗം എന്തെന്ന് നമ്മൾ അറിയണം. അവരാഗ്രഹിക്കുന്നത് എന്തെന്ന് അറിയണം. അതിലേക്കുള്ള പാലം, ബ്രിഡ്ജ് ദ ഗ്യാപ്പ്, ഇതായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ്. ഈ നരകത്തിൽ നിൽക്കുന്ന ഈ കസ്റ്റമറിനെ ഈ പാലത്തെ കൂടെ ഈ സ്വർഗത്തിലേക്ക് കയറ്റിവിടണം. അതായിരിക്കണം നമ്മളുടെ പ്രൊഡക്റ്റ്. അതിനാദ്യം അവരെന്തെന്നറിയണം, അവരുടെ നരകം എന്തെന്നറിയണം, അവരുടെ സ്വർഗം എന്തെന്നറിയണം. എന്നാൽ മാത്രമേ കൃത്യമായ പാലം പണിയാൻ പറ്റൂ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഈ കസ്റ്റമറെ കയറ്റിവിടുന്ന പാലം, അതായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ സർവീസ്. ഇങ്ങനെയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്?